മഹത്തായ ഒരു പ്രവർത്തനം അത് അന്യമതസ്ഥരായ ആളുകളുടെ സമ്പത്ത് തട്ടിയെടുക്കുവാനുള്ള മുസ്ലിമുകളുടെ ഒരു കുതന്ത്രമാണ് എന്ന് പറയാനും ആ നിലയിൽ പ്രചരിപ്പിക്കുവാനും ഇവിടെ വഖഫ് പാടില്ല. ആ വഖഫ് ചെയ്യപ്പെട്ട വസ്തുവകകളെ നിയന്ത്രിക്കുന്ന വഖഫ് ബോർഡിന്റെ നിയമങ്ങളിൽ ഭേദഗതികൾ വേണമെന്ന് പറഞ്ഞ് RSS ഈ രാജ്യത്ത് കുപ്രചരണങ്ങൾ നടത്തുകയും ഈ രാജ്യത്തിന്റെ ഭരണകൂടത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വഖഫ് സ്വത്തുക്കളെ തട്ടിയെടുക്കുവാനുള്ള കുൽസിതമായ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യും. വഖഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ കൃത്യമായി എനിക്ക് മുമ്പ് സംസാരിച്ച പ്രഭാഷകന്മാർ നിങ്ങളുടെ മുന്നിൽ അത് ഓർമ്മപ്പെടുത്തുകയുണ്ടായി. സമൂഹത്തിന്റെ പൊതുനന്മ ഉദ്ദേശിച്ചുകൊണ്ട് ഒരു വിശ്വാസി വിശുദ്ധവും മതപരവും ജീവകാരുണ്യപരവുമായ ആവശ്യങ്ങൾക്കായി ദൈവത്തിന് നടത്തുന്ന സമർപ്പണമാണ് വഖഫ് എന്ന് പറയുന്നത്. ആ വഖഫിന്റെ മേൽനോട്ടത്തിനായി നിയമിക്കപ്പെട്ട വഖഫ് ബോർഡ് എന്ന് പറയുന്നതും അതുപോലെ തന്നെയാണ്. എന്നാൽ നമുക്കറിയാം, കേരളത്തിന്റെ BJPയുടെ MP ആയ സുരേഷ് ഗോപി ഒരു പ്രസ്താവന നടത്തുകയുണ്ടായി. വഖഫ് ബോർഡ് എന്ന് പേര് പറയാൻ പോലും അദ്ദേഹം തയ്യാറല്ല. 4 ആംഗലേയ അക്ഷരങ്ങൾ ഉൾക്കൊള്ളുന്നതായ ഒരു ബോർഡ്. ആ ബോർഡിന്റെ പ്രവർത്തനങ്ങൾ എത്ര കിരാതമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് സുരേഷ് ഗോപി എന്ന ഒരു നടൻ പൊതുജനത്തിന്റെ മുന്നിൽ തന്റെ അഭിനയ മികവ് കാഴ്ചവെച്ചിരിക്കുന്നത്. എന്നാൽ നമുക്ക് തിരിച്ചു ചോദിക്കാനുള്ളത്, മിസ്റ്റർ സുരേഷ് ഗോപി, RSS എന്ന 3 ആംഗലേയ അക്ഷരങ്ങൾ ഉൾക്കൊള്ളുന്ന താങ്കൾ പ്രതിനിധാനം ചെയ്യുന്ന ലോകത്തെ ഏറ്റവും വൃത്തികെട്ട വർഗീയ പ്രത്യയ ശാസ്ത്രത്തെക്കാൾ കിരാതമായ എന്ത് നടപടിയാണ് ഇന്ത്യ രാജ്യത്ത് ഇന്നും നിലനിൽക്കുന്നത്? വഖഫ് ബോർഡ് എന്ന പേര് പറയാൻ താൻ തയ്യാറല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ അങ്ങനെയല്ല. വഖഫിന്റെ വിശുദ്ധി ഉൾക്കൊണ്ടുകൊണ്ട്, വഖഫിന്റെ പരിശുദ്ധി ഉൾക്കൊണ്ടുകൊണ്ട് ആ നാമം പറയാനുള്ള യോഗ്യത പോലും RSSന്റെ ചാണക സംസ്കാരം പേർക്കൊള്ളുന്നതായ സുരേഷ് ഗോപിക്ക് അർഹതയില്ല എന്നാണ് നാം മനസ്സിലാക്കേണ്ടുന്നത്. വഖഫ് എന്ന് പറഞ്ഞാൽ എന്താ? RSS ഏതെങ്കിലും ഒരു പട്ടാപ്പകല് 500 കൊല്ലം അന്യമതസ്ഥർ ആരാധന നടത്തുന്ന ആരാധനാലയത്തിലേക്ക് കടന്നു കയറിയിട്ട് ഇവിടെ ഞങ്ങളുടെ കേന്ദ്രമാണ്, ഞങ്ങളുടെ ആരാധനാലയമാണ് എന്ന് പറഞ്ഞ് പിടിച്ചെടുക്കുന്ന നാണം കെട്ട പരിപാടിയല്ല വഖഫ് എന്ന് പറയുന്നത്. ദൈവത്തിന് വേണ്ടിയിട്ടുള്ള ഒരു വിശ്വാസിയുടെ സമർപ്പണമാണ്. സംഘപരിവാരം ഇവിടെ പ്രചരിപ്പിക്കുന്നു വഖഫ് എന്ന് പറഞ്ഞാൽ നാളെ ഒരുത്തൻ നമ്മുടെ വീട്ടിലേക്ക് കയറി വന്നിട്ട് ഇത് എന്റേതാണ്, ഇത് ഞങ്ങൾ വഖഫ് ചെയ്തതാണ്, ഞങ്ങൾക്ക് വിട്ടുതരണമെന്ന്. വഖഫിനെ പറ്റി കൃത്യമായി നമ്മൾ പഠിക്കണം. ഒരു വഖഫ് ചെയ്യുന്ന വ്യക്തിക്ക് ഒരു സ്വത്ത്, ഒരു മുതല് അത് വഖഫ് ചെയ്യണമെങ്കിൽ പരിപൂർണമായും അവൻ അതിൽ ഉടമസ്ഥാവകാശം ഉണ്ടായിരിക്കണം. അല്ലാതെ കണ്ടവന്റെ പറമ്പിൽ കല്ല് കൊണ്ടിട്ടിട്ട് എന്റേതാണെന്ന് പറയുന്ന നാണം കെട്ട സംസ്കാരമല്ല വഖഫ് എന്ന് പറയുന്നത്. അവന് പരിപൂർണമായ അവകാശം, ഉടമസ്ഥാവകാശം അതിനുണ്ടായിരിക്കണം. അവൻ ദൈവമായ പടച്ചവന് വേണ്ടിയിട്ട് അത് വഖഫ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ആ വ്യക്തിക്കോ ആ വ്യക്തിയുടെ അനന്തര സ്വത്തിന് അവകാശമുള്ളവർക്കോ അതിൽ യാതൊരുവിധ അവകാശവുമില്ല. അത് പൊതുസമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് കൃത്യമായി ഉപയോഗപ്പെടുത്താനുള്ളതാണ്. ആ വഖഫ് സ്വത്തിനെ കൈകാര്യം ചെയ്യാൻ ഒരു കൈകാര്യകർത്താവായ മുത്തവല്ലി എന്നൊരു വ്യക്തി ഉണ്ടാവും. ഈ മുത്തവല്ലിമാർ വഖഫ് സ്വത്തിനെ കൃത്യമായി ഉപയോഗപ്പെടുത്തുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കാനാണ് ഈ രാജ്യത്ത് വഖഫ് ബോർഡിനെ നിയമിച്ചിരിക്കുന്നത്.